വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കയ്യിലാണ് ഈ പ്രിയപ്പെട്ടവരെ കുരിശുമെടുത്തുകൊണ്ട് കുരിശും താങ്ങിക്കൊണ്ട് ഗോൽഗോഥാ മലയിലേക്ക് പോയത്. ഈ കയ്യിലാണ് ആണികൾ അടിച്ചു കയറ്റിയത്. ഇന്നും ആണിപ്പാട് അവിടെയുണ്ട്. എന്നാൽ ഇവിടെ വായിക്കുന്നു, ആണിപ്പാടേറ്റതെങ്കിലും തേജസ്കരിക്കപ്പെട്ട ആ കരത്തിലേക്ക് വലങ്കരത്തിലേക്ക് നോക്കുമ്പോൾ 7 നക്ഷത്രമുള്ളതായി വായിക്കുന്നു. ഏതാണ് ഈ 7 നക്ഷത്രമെന്ന് ഇതിന്റെ ഒടുവിലത്തെ ഭാഗത്തേക്ക് 20-ാം വാക്യത്തിന്റെ ഒടുവിലത്തെ വാചകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 7 പൊൻനിലവിളക്ക്, 7 സഭകളും 7 നക്ഷത്രം സഭയുടെ ദൂതന്മാരുമാകുന്നു. ഞാൻ വാസ്തവമായി മനസ്സിലാക്കുന്നു ഇത് സഭകളുടെ ശുശ്രൂഷകന്മാരാണ്. സംശയമുണ്ടെങ്കിൽ 2 കൊരിന്ത്യർ 8-ാം അധ്യായം 23-ാം വാക്യം നിങ്ങൾ വായിക്കണം. അവിടെ എന്താ എഴുതിയിരിക്കുന്നത് അറിയാമോ? പൗലോസ് പറയുക, നമ്മുടെ സഹോദരന്മാർ, അങ്ങനെയാ പറയുന്നത്, നമ്മുടെ സഹോദരന്മാർ സഭയുടെ ദൂതന്മാരും ശുശ്രൂഷകന്മാരുമാകുന്നു. സഭയുടെ ദൂതന്മാർ, നമ്മുടെ സഹോദരന്മാർ. പ്രിയപ്പെട്ടവരെ, 7 നക്ഷത്രം 7 സഭയുടെ ദൂതന്മാരായിരിക്കുമ്പോൾ അവർ സഭയുടെ ശുശ്രൂഷകന്മാരാണ്. അപ്പോൾ ഇവിടെ ഒരു സത്യമുണ്ട്. വലങ്കയിൽ 7 നക്ഷത്രം എന്ന് പറഞ്ഞാൽ ദൈവസഭയുടെ ശുശ്രൂഷകന്മാർ കർത്താവിന്റെ കരങ്ങളിലാണ്. അവര് മാത്രമാണോ? അല്ല. വിശ്വാസികൾ, ദൈവമക്കൾ, യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ വിരകളായ ദൈവജനം മുഴുവൻ കർത്താവായ യേശുവിന്റെ കരത്തിലാണ്. ഈ കരങ്ങൾ 2 കാര്യങ്ങളെ സൂചിപ്പിക്കുന്നു. വേഗത്തിൽ പറയട്ടെ. 1 സുരക്ഷിതത്വത്തെ സൂചിപ്പിക്കുന്നു, 2 നിയന്ത്രണത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവിന്റെ കരത്തിലായിരിക്കുന്ന ദൈവജനം യേശുക്രിസ്തുവിനാൽ അവർ സുരക്ഷിതരാണ്. രണ്ടാമത്, ആ കരങ്ങളാൽ ക്രിസ്തുവിനാൽ അവർ നിയന്ത്രിക്കപ്പെടേണ്ടവരുമാണ്. അതാണ് ഇത് സൂചിപ്പിക്കുന്നത്. വിവരിക്കുന്നില്ല. അടുത്തത് യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് വിവരിച്ചു വരുമ്പോൾ 16-ാം വാക്യത്തിന്റെ ഒടുവിലത്തെ ഭാഗം, വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു എന്ന് വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 15-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇതേ പ്രയോഗം അവിടെയും പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ സൂചിപ്പിക്കാത്ത ഒരു കാര്യം ദൈവാത്മാവ് അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? ജാതികളെ വെട്ടുവാനുള്ള എന്നൊരു വാക്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇത് നീതിയുടെ വാളാണ്, ന്യായവിധിയുടെ വാളാണ്. ജാതികളെ വെട്ടുവാനുള്ള വാളാണ്, അത് ന്യായവിധിയുടെ വാളാണ്. ഇന്ന് രാത്രിയിൽ വളരെ ഭയത്തോടുകൂടെ നാം ഓർക്കണം. ഏറ്റവും ഒടുവിലായി ആ 16-ാം വാക്യത്തിന്റെ ഒടുവിൽ, അവന്റെ മുഖം സൂര്യൻ ശക്തിയോട് പ്രകാശിക്കുന്നത് പോലെയായിരുന്നു. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, അവന്റെ മുഖം സൂര്യൻ ശക്തിയോട് പ്രകാശിക്കുന്നത് പോലെയായിരുന്നു. ആ മുഖം, പീലാത്തോസിന്റെ കൽത്തളത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. അവൻ ബന്ധിക്കപ്പെട്ടവനായി പീലാത്തോസിന്റെ മുൻപിൽ നിൽക്കുകയാ. യഹൂദന്മാർ ആർത്തട്ടഹസിക്കുന്നു, ഇവനെ ക്രൂശിക്ക, ഇവനെ ക്രൂശിക്ക, ഇവനെ ക്രൂശിക്ക. പക്ഷേ ആ മുഖം നിങ്ങൾ കണ്ടോ? ആ മുഖത്തെ രോമങ്ങൾ പിഴുതുപറിക്കപ്പെട്ടിട്ടുണ്ട്. കണ്ണുകെട്ടി ആ മുഖത്ത് തല്ലിയിട്ടുണ്ട്. ദുർഗന്ധം അമിക്കുന്ന തുപ്പല് ആ മുഖത്തേറ്റിട്ടുണ്ട്. ഗോൽഗോഥാ മലയിൽ യേശുവിനെ നാട്ടി നിർത്തിയിരിക്കുന്നു. കുരിശിന്മേൽ അവനെ തൂക്കിയിട്ടിരിക്കുന്നു. എന്താ നാം മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിൽ വായിക്കുന്നത്? കടന്നു പോകുന്നവർ തലകുലുക്കി ദുഷിക്കത്തക്കവണ്ണം അവൻ അത്രമാത്രം വിരൂപനായി കിടക്കുന്നു. അവനെ കണ്ടിട്ടാണ് യെശയ്യാവ് രേഖപ്പെടുത്തിയത്. അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ്, അവന്റെ രൂപം കണ്ടാൽ മനുഷ്യനല്ലെന്ന് തോന്നുമാറ് അവിടുന്ന് വിരൂപനായി കിടക്കുന്നു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ആ മുഖത്തെ യോഹന്നാൻ അപ്പോസ്തലൻ നോക്കുമ്പോൾ സൂര്യൻ പ്രകാശിക്കുന്നത് പോലെയുള്ള മുഖം. അങ്ങനെയൊരു മുഖത്തെ ശിക്ഷകണം മറുരൂപമലയിൽ വെച്ച് കണ്ടു. നിങ്ങൾക്ക് സമയം ലഭിക്കുമ്പോൾ എടുത്തു വായിക്കണം. മറുരൂപമലയിൽ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ അവിടെ 3 ശിക്ഷകണങ്ങളുമായി ചെന്നു. അത് ഞാൻ വിവരിക്കുന്നില്ല. മോശയും ഏലിയാവും സംസാരിക്കുന്നു. ശിക്ഷകണം നോക്കിയപ്പോൾ എന്താ കണ്ടത്? സൂര്യൻ ശോഭിക്കുന്ന, സൂര്യനെ പോലെ പ്രകാശിക്കുന്ന മുഖം, യേശുവിന്റെ മുഖം അവർ കണ്ടു. ഇന്ന് രാത്രി പ്രിയരെ, ഇവിടെ വെച്ച് കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപമായി തീർന്ന മുഖമുണ്ടല്ലോ. ഇന്ന് രാത്രി നോക്കിയാട്ട് ആ മുഖം സൂര്യൻ പ്രകാശിക്കുന്നത് പോലെ പ്രശോഭിതമായ മുഖം. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ അവസാനിപ്പിക്കട്ടെ. ഈ മഹത്വധാരിയെ കണ്ടത് എവിടെയാണ്? 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ. 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ. ഈ മഹത്വധാരിയായവനെ നടുവിലല്ലാതെ പിന്നെ മൂലയ്ക്ക് കാണണോ?
7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ, ഞാൻ ഇന്ന് രാത്രി വിവരിക്കുന്നില്ല, നമ്മുടെ കർത്താവായ യേശുവിന്റെ സ്ഥാനം എപ്പോഴും നടുവില. ഞാൻ വേഗത്തിൽ അങ്ങ് പറഞ്ഞു പോകാം. ഈ ഭൂമിയിൽ വെച്ച് അവിടുന്ന് ജനിച്ചത് ലോകത്തിന്റെ നടുവിൽ. വേളുമാപ്പെടുത്തു നോക്കിയാൽ മതി. ഒത്ത നടുവിൽ എന്റെ യേശു ജനിച്ചു. 2 ചരിത്രത്തിന്റെ നടുവിൽ ജനിച്ചു. പ്രിയപ്പെട്ടവരെ, 12ാമത്തെ വയസ്സിൽ പഠിപ്പിച്ചത് ആരുടെ നടുവിൽ? ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ. പിന്നെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ പലയാവർത്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്, ജീവിച്ചത് പുരുഷാരത്തിന്റെ നടുവിൽ. തീർന്നില്ല, ക്രൂശിൽ മരിച്ചപ്പോൾ 2 കള്ളന്മാരുടെ നടുവിൽ മരിച്ചു. ഉയർത്തെഴുന്നേറ്റ യേശു എവിടെ കാണുന്നു? യോഹന്നാൻ 20 വായിക്കുന്നു, യഹൂദന്മാരെ പേടിച്ച് ശിക്ഷകണം വാതിലടച്ച് അകത്തിരിക്കുമ്പോൾ അവരുടെ നടുവിൽ വന്നു നിന്നു, നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞു. ഇവിടെ ഇതാ 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ. വെളിപ്പാട് 5 വരുമ്പോൾ മൂപ്പന്മാരുടെ നടുവിൽ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഇപ്പോൾ അവിടുന്ന് എവിടെയുണ്ട്? മത്തായി 20:18 വാക്യം, 2 3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട്. ഇന്ന് രാത്രിയിൽ അവിടുന്ന് നടുവിലുണ്ട്. അവിടുന്ന് എപ്പോഴും നടുവിലാണ്. ഈ രാത്രിയിൽ യേശു ജീവിതത്തിന്റെ നടുവിലേക്ക് വരാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ, അവിടുന്ന് കുടുംബത്തിന്റെ നടുനായകത്വം വഹിക്കുന്ന ഒരനുഭവമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, സകലത്തിന്റെയും നടുവിലായിരിക്കുന്ന യേശു ഈ രാത്രി ജീവിതത്തിന്റെ നടുവിലേക്ക് വരട്ടെ, കുടുംബത്തിന്റെ നടുവിലേക്ക് വരട്ടെ. 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ. അടുത്തത് യോഹന്നാന്റെ പ്രതികരണം. ഇത് കണ്ടിട്ട് യോഹന്നാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. ഞാൻ ചോദിക്കട്ടെ, ഈ മഹത്വധാരിയായവനെ കണ്ടിട്ട് എന്റെ മലയാള ഭാഷയിൽ ഞാൻ പറയുക, എങ്ങനെ കോലുപോലെ നിൽക്കാൻ പറ്റും? കവിണ്ണു വീണില്ലെങ്കിലേയുള്ള അത്ഭുതം. അപ്പോൾ ആത്മവിവശനായി, ആത്മാവിലായി, ആത്മാവിന്റെ നിയന്ത്രണത്തിലായി പത്മോസ് ദ്വീപിന്റെ കരിമ്പാട കെട്ടുകളിൽ വെച്ച് ഈ മഹത്വധാരിയായവനെ കണ്ടപ്പോൾ യോഹന്നാൻ ആത്മാവിൽ അവന്റെ കാൽക്കലേക്ക് വീണു, മരിച്ചവനെ പോലെ. ഞാനൊരു കാര്യം പറയാം, കാര്യമാ പറയുന്നത്. ഇന്ന് ചിലർ ആത്മാവിലായാൽ കവണ്ണു വീഴുകയല്ല, മലർന്നു വീഴുകയാണ് ചെയ്യുന്നത്. കണ്ടിട്ടില്ലേ? മലർന്നു വീഴുന്നത്. മലർന്നു വീഴുകയല്ല, ആത്മാവിലായാൽ മലർന്നു വീഴുകയല്ല, കവിണ്ണു വീഴുകയാ. ആരുടെ അടുക്കൽ? യേശുവിന്റെ പാദത്തിലേക്ക്. സ്വയം മരിച്ചു. ഇന്ന് രാത്രിയിൽ നിർത്തട്ടെ ഞാനിവിടെ. നമുക്കൊന്ന് ആത്മാവിലാകാം, ആത്മനിയന്ത്രണത്തിലാകാം. ദൈവാത്മാവിനെ ദുഃഖിപ്പിച്ചതു മതി, ദൈവാത്മാവിനോട് മത്സരിച്ചതു മതി. ദൈവത്തിന്റെ ആത്മാവിനെ ദുഃഖിപ്പിക്കാതെയും കെടുത്തിക്കളയാതെയും വീണ്ടെടുപ്പിന്റെ നാളിനായി നമ്മെ മുദ്രയിട്ടിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ ഇവിടെ ഇരിക്കുന്ന, പ്രസംഗിക്കുന്ന ഓരോ ദൈവദാസന്മാരും ദൈവമക്കളുമാകട്ടെ, സഭാ മൂപ്പന്മാരാകട്ടെ, പ്രാദേശിക സഭകളാകട്ടെ, അങ്ങനെയായി കഴിയുമ്പോൾ മഹത്വമായ ദർശനം നമുക്ക് കാണുവാൻ കഴിയും. അവനെ കണ്ടിട്ട് നമ്മുടെ സ്വയം മരിച്ച് കാൽക്കൽ മരിച്ചവരെ പോലെ വീഴുവാൻ കഴിയും. അപ്പൊ കർത്താവ് തന്റെ കരം വയ്ക്കും, നമ്മെ ധൈര്യപ്പെടുത്തും, പിന്നെയും നമ്മളെ കർമ്മോന്മുഖരാക്കും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കണ്ണുകളടച്ച് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളടച്ചാട്ട് പ്രാർത്ഥിച്ച് ആശീർവാദം പറയാൻ പോകുക. അതുകൊണ്ട് ഇനിയുമുള്ള മിനിറ്റ് ആരും എഴുന്നേറ്റ് പോകരുത്. നമുക്ക് ദൈവസന്നിധിയിൽ കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. നാം കേട്ട വചനത്തിന്റെ മുൻപിൽ നമ്മെ തന്നെ പരിശോധിക്കാം, നമ്മെ തന്നെ വിധേയപ്പെടുത്താം. ഈ മഹത്വധാരിയായ ക്രിസ്തുവിന്റെ മുൻപിലാണ് നാം ജീവിക്കുന്നത്, ചരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നാം എത്രമാത്രം ഭയപ്പെടണം. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണ് സകലവും നഗ്നവും മലർന്നവുമായി കിടക്കുന്നു. അവന്റെ മുൻപാകെ ആണല്ലോ നാം ചരിക്കുകയും ജീവിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അവിടുത്തെ ആ മഹത്വത്തോടുകൂടെ കാണണം. ആ ദർശനം നമുക്കുണ്ടാകണം. അതിനൊറ്റ മാർഗമേ ഉള്ളൂ. ആത്മാവിലാകണം, ആത്മനിയന്ത്രണത്തിലാകണം. നമ്മുടെ ജഡത്തിന്റെ പ്രവർത്തികളെ ഇന്നു രാത്രി നാം കേട്ടതുപോലെ മരിപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, അത് ദൈവാത്മാവിനാൽ മാത്രമേ മരിപ്പിക്കാൻ കഴിയുകയുള്ളൂ. 108ാമത്തെ കൺവെൻഷനിൽ അത് നമുക്ക് സംഭവിക്കട്ടെ. പ്രിയരെ, പ്രവാചകൻ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാം. തുള്ളനും വെട്ടുക്കളിയും പുഴുവും തിന്നുകളഞ്ഞ പണ്ടത്തെ സംവത്സരങ്ങൾ ഞങ്ങൾക്ക് മടക്കി തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ശക്തമായ ദർശനത്തിലേക്ക് നമുക്ക് വരാം.
നമ്മുടെ കർത്താവിന്റെ മഹത്വം ദർശിക്കാം, നമ്മുടെ സ്വയം മരിക്കാം, ദൈവകരങ്ങളിലേക്ക്, ആ പാദത്തിലേക്ക് നമ്മെ സമർപ്പിക്കാം. ദൈവത്തിന് മാനപാത്രങ്ങളായി ദൈവം നമ്മെ ഉപയോഗിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി വരെയും ഈ മഹത്വധാരിയായവനെ ജീവിതത്തിൽ സ്വന്തമാക്കാതിരിക്കുന്നവർ ഈ രാത്രി ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുക. വരാൻ പോകുന്ന കോപത്തിൽ നിന്ന് വിടുവിക്കപ്പെടുക. കർത്താവ് സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിച്ച് ഇന്ന് രാത്രി നമ്മുടെ ഭവനങ്ങളിലേക്ക് മടക്കി അയക്കട്ടെ. കർത്താവായ യേശു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആമേൻ.